ഹായ് ഗായ്സ്, ഇന്നൊരു ബംഗാളി സ്റ്റൈൽ മീൻ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, ഉണ്ടാക്കി നോക്കാത്തവരെല്ലാവരും. അതിനായിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, അതേപോലെ നമ്മുടെ കായ ഉണ്ടല്ലോ, പച്ചക്കായ അതെടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്. എന്നിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മുടെ കടുകൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സവാളേനെ അതിലിട്ട് നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ടേ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാത്ത എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതിലേക്ക് നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, പച്ചക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചക്കായും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിക്കൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഈ പച്ചക്കായ്ക്ക് നല്ല വേവുള്ളത് കൊണ്ട് തന്നെ ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം പിന്നെ ബാക്കി നമ്മുടെ മീൻ കറിയിൽ കിടന്ന് വെന്തോളും കേട്ടോ. ഈ പച്ചക്കായ്ക്ക് നല്ല ടേസ്റ്റാണ് മീൻ കറിയിൽ ഇട്ട് കൊടുത്താൽ. അങ്ങനെ അതൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ബാക്കി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ തക്കാളിയും കൂടി അതിലേക്ക് ഇട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കി എടുക്കുന്നുണ്ടേ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് അടപ്പിട്ടൊന്ന് മൂടി വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ടേ. ഇതാണ് മീൻ, ചൂരയാണ് കേട്ടോ. പക്ഷേ കുറച്ച് ചീത്തയായിട്ടുള്ള മീനായിട്ട് തോന്നി, കാരണം കണ്ടാൽ തന്നെ അറിയാം. അങ്ങനെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒഴിച്ച് കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കണ്ണ് കണ്ടാൽ തന്നെ അറിയാം, കുറച്ചൊന്ന് ഇതായിട്ടുള്ള മീനായിരുന്നു. അങ്ങനെ ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്, നമ്മുടെ ഉള്ളി അതെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് നമുക്ക് ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കിയെടുക്കാവേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പുളിവെള്ളം കൂടുതലായിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്, കാരണം നല്ല ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പുളിവെള്ളം ഞാൻ കൂട്ടി ഒഴിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് പുളിവെള്ളം എടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ മീനേയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ മീനെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് ഉടഞ്ഞു പോകാത്ത രീതിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് തിള വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. അങ്ങനെ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നല്ല രീതിക്കൊന്ന് ഇളക്കി വെക്കുന്നുണ്ട്. അങ്ങനെ മീൻ കറി എല്ലാം താണ്ട് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ. നല്ല മണമാണ് കേട്ടോ, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഈ പച്ചക്കായ ഇട്ടിട്ട് മീൻ കറി വെക്കണം കേട്ടോ. ബംഗാളി സ്റ്റൈൽ മീൻ കറിയായിട്ട് ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. 2-3 പ്രാവശ്യം ഞാൻ വീട്ടിലുണ്ടാക്കി കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാവരും ഒന്ന് കറി ഒന്ന് വെച്ച് നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു ബംഗാളി സ്റ്റൈൽ ഫിഷ് കറിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്തേക്കണേ.